ഫസ്റ്റ് ജോൺ റിപ്പോർട്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ നിയമനങ്ങളിൽ കടുത്ത അതൃപ്തിയുമായി കോൺഗ്രസ് അധ്യാപക സംഘടന. നിയമനങ്ങളിൽ സംഘടനയെ അവഗണിക്കുന്നുവെന്നാണ് KPSTA-യുടെ ആരോപണം. SSK നിയമനങ്ങളിൽ അർഹതപ്പെട്ടവരെ പോലും ബോധപൂർവം ഒഴിവാക്കി. പല ജില്ലകളിലും സംഘടന നൽകിയ ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും നിയമിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. 14 ജില്ലകളിൽ 11 പേരും ഒരു പ്രത്യേക സംഘടനയിൽ നിന്നുള്ളവരാണെന്നും പരാതിയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവിധ നിയമനങ്ങളിൽ KPSTA-ക്ക് ശക്തമായ അതൃപ്തിയുണ്ട്. വിവിധ നിയമനങ്ങളിലും കഴിഞ്ഞ ദിവസം നടന്ന DPC, DPO നിയമനങ്ങളിൽ അർഹരായ പലരെയും ഒഴിവാക്കിയതായി ഞങ്ങൾക്ക് പരാതിയുണ്ട്. കാര്യക്ഷമമായ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയുടെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന അക്കാദമിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കി ഒരു ലിസ്റ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയ്ക്ക് അതിൻ്റെ കാര്യക്ഷമതയ്ക്ക് ഗുണകരമാവില്ല എന്ന അഭിപ്രായമാണ് KPSTA-ക്കുള്ളത്. ഗോപാൽ ശിലാസനൽ ചേരുന്നു. ഗോപാൽ, ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ള നിയമനങ്ങൾ നടന്നു, അതിൽ തങ്ങൾ പരിപൂർണമായി അവഗണിക്കപ്പെട്ടു എന്നാണ് അധ്യാപക സംഘടനയുടെ പരാതി. അതെ റോഷി, തീർച്ചയായിട്ടും UDF സർക്കാരിന്റെ കാലത്താണ് കോൺഗ്രസിന്റെ ഒരു സംഘടന ഇത്തരത്തിൽ ഒരു ആരോപണവും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാരണം. അതിൽ പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന വിവിധ വിഷയങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് SSK സമഗ്ര ശിക്ഷ കേരളയുടെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ, ജില്ലാ പ്രൊജക്ട് ഓഫീസർമാരുടെ തസ്തികകളിലേക്കുള്ള നിയമനം നടന്നത്. ഡെപ്യൂട്ടേഷൻ നിയമനമായിരുന്നു. ആ നിയമനത്തിൽ പലയിടത്തും സംഘടന നൽകിയ പേരുകളെ പാടെ അവഗണിച്ചു എന്നതാണ് സംഘടനയുടെ ആരോപണം. 14 ജില്ലകളിലായി നിയമിച്ച ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ 14 പേരിൽ ഒരാളെ മാത്രമാണ് KPSTA നൽകിയ പേരിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 11 പേർ ഒരു പ്രത്യേക സംഘടനയുടെ ഭാഗമായിട്ടുള്ളവരാണ് എന്ന പരാതിയും ഈ KPSTA-ക്ക് ഉള്ളിൽ നിലനിൽക്കുന്നു. ജില്ലാ പ്രൊജക്ട് ഓഫീസർമാരുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. പലയിടങ്ങളിലും പല ജില്ലകളിലും ഒരാളെ പോലും സംഘടന നൽകിയ പേരിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ബോധപൂർവം ഒഴിവാക്കുന്നു, അവഗണിക്കപ്പെടുന്നു. അതിൽ വലിയ വിമർശനമുണ്ട്, അതിൽ വലിയ അതൃപ്തിയുണ്ട്, അതിൽ വലിയ എതിർപ്പുണ്ട്. അത് പരിഹരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. കാരണം UDF സംവിധാനത്തിൽ ഏറ്റവും പ്രധാനമായി ഇടപെടുന്ന അധ്യാപക സംഘടനയാണ് KPSTA. ആ സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളും ഒരു നിയമനങ്ങളും അംഗീകരിച്ച് പോരാൻ കഴിയില്ല. അത് കൃത്യമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നതാണ് KPSTA ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയും ആരോപണവും. ശരി, ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകി.